ഹായ്, മാരീസൺ ഡയറക്റ്റഡ് ബൈ സുധീഷ് ശങ്കർ. ഈ പടം എഴുതിയിരിക്കുന്നത് വി കൃഷ്ണമൂർത്തിയാണ്. മ്യൂസിക് യുവൻ ശങ്കർ രാജ. പടത്തിലെ ആർട്ടിസ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ, വടിവേലു, കോവൈ സരള, പിന്നെ മലയാളത്തിലെ പഴയകാല നടിയില്ലേ സിത്താര. ഈ നാലാൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ തമിഴ് പടങ്ങളിൽ അധികം കണ്ടിട്ടില്ലാത്ത, ഞാൻ അധികം കണ്ടിട്ടില്ലാത്ത ആർട്ടിസ്റ്റുകളാണ് ഈ പടത്തിൽ അധികവും അഭിനയിച്ചിട്ടുള്ളത്. വലിയ കുറേ സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഈ നാല് പ്രധാനപ്പെട്ട താരങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി അധികം പേര് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഇന്റർവെല്ല് വരെ. അതിനുശേഷം ആണ് ഈ പടം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോറി, ഈ പടത്തിന്റെ മെയിൻ പ്ലോട്ടിലേക്ക് വരുന്നത്. ആദ്യം ഇത് കാണുന്ന സമയത്ത് നമ്മുടെ മെയ്യഴകൻ പോലെ ഒന്ന് ഫീൽ ചെയ്യും. അതായത് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, ഇവർ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്കും, ഇവരുടെ മാനറിസങ്ങൾ, ചില സിറ്റുവേഷൻസിൽ നമുക്ക് തന്നെ ഈ രണ്ട് കഥാപാത്രങ്ങളോടും ഇമോഷണലി ചില അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം നമുക്ക് വേറെ പല കാര്യങ്ങളും തോന്നും. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫഹദിന്റെയും വടിവേലുവിന്റെയും കോമ്പിനേഷൻ, അവർ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ മാമനൻ മുതൽ ഞാൻ നോട്ട് ചെയ്യുന്നതാണ്. ഭയങ്കര ഈസി ആയിട്ട് ഇവർ രണ്ടുപേരും ഒരു കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പടത്തിന്റെ ഡ്യൂറേഷൻ ശരിക്കും 2.5 മണിക്കൂറാണ്. സിനിമയുടെ 90% നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫഹദിനെയും വടിവേലുവിനെയാണ്. പക്ഷെ നമുക്ക് ലാഗ് ഒന്നും ഫീൽ ചെയ്യില്ല. ഇത്രയും ഡ്യൂറേഷനിൽ ഇവർ ഒരുമിച്ച് സ്ക്രീനിൽ ഉണ്ടായിരുന്നു എന്ന് പിന്നെ നമുക്ക് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുക. അത്രയ്ക്കും ഈസി ആയിട്ട് നമുക്ക് ഒരു തരത്തിലും ബോറിപ്പിക്കാത്ത രീതിയിലാണ് ഈ രണ്ടാൾക്കാർ മത്സരിച്ച് അഭിനയിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. ഭയങ്കര നമുക്കിങ്ങനെ നോക്കിക്കാൻ വേണ്ടി തോന്നും. ഈ സിനിമയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സീനിൽ ഫഹദിനെ ജയിലിൽ നിന്ന് റിലീസാക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ മുതൽ ചെങ്ങായി സ്കോർ ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷിയുള്ള സിനിമയില്ലേ, ആ സിനിമയിൽ ഫഹദ് ചെയ്ത് നിർത്തിയില്ലേ, അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്ന പോലെ തോന്നും. അത്രയും ഈസി ആയിട്ടാണ് ആ ഒരു കള്ളൻ ക്യാരക്ടറിനെ ഫഹദ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ദയാലൻ അങ്ങനെ എന്തോ ആണ് ക്യാരക്ടറിന്റെ പേര്. വടിവേലുവിന്റെ കഥാപാത്രത്തിന്റെ പേര് വേലായുധം പിള്ളை അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഈ ക്യാരക്ടറിന്റെ പേരിനോട് വലിയ പ്രസക്തിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ. നമ്മൾ കാണുന്നത് ഫഹദിനെ വടിവേലുവിനെ മാത്രമായിരിക്കും. ഭയങ്കര രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തൊരു ആളുണ്ട് കേട്ടോ. അതായത് അവിടെ ഫഹദിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. അയാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആർട്ടിസ്റ്റിന്റെ പേര് എനിക്കറിയില്ല. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ വടിവേലു അഭിനയിച്ചിട്ടുള്ള കഥാപാത്രം, വടിവേലു ശരിക്കും ഒരു 2010 വരെയൊക്കെ നമ്മളെപ്പോഴും കാണുന്നത് ഒരു കൊമേഡിയൻ ലെവൽ അങ്ങനെയുള്ള റോളാണല്ലോ. അപ്പൊ വടിവേലു സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വടിവേലു എന്തെല്ലാം ചെയ്യും, നമുക്ക് പ്രിഡിക്റ്റബിൾ ആണ്. പക്ഷെ മാമനന് ശേഷമുള്ള സിനിമയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വടിവേലുവിന്റെ സ്കില്ല് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകളിലാണ്. ശരിക്കും ഈ സിനിമയിലെ കഥാപാത്രത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലെയറുകളുള്ള, ഒരുപാട് ഇമോഷണൽ ലെയറുകളുള്ള ഒരു ഡെപ്തുള്ള കഥാപാത്രമാണ്. പക്ഷെ ആ ക്യാരക്ടറിനെ വളരെ ഈസി ആയിട്ട് തന്നെ വടിവേലു ചെയ്തിട്ടുണ്ട്. ഗംഭീരം എന്നല്ല, നമുക്ക് കണ്ടാൽ നമുക്ക് ഇയാൾ എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെയല്ല, വളരെ ഈസി ആയിട്ടാണ് ഫീൽ ചെയ്യുക. ശരിക്കും സിനിമ കണ്ടു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ തിരിച്ചാലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഇത്രയും ഡെപ്തുള്ള റോളാണ് ഇയാൾ വളരെ നിസ്സാരമായിട്ട് ചെയ്തതെന്ന്. ശരിക്കും അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ കോമ്പിനേഷൻ സീൻ വരുന്ന സമയത്ത് തുടക്കം മുതലേ വടിവേലുവും ഫഹദ് ഫാസിലും സ്ക്രീനിലുണ്ട്. അതായത് പടത്തിന്റെ ഒരു 90% രണ്ട് കഥാപാത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എവിടെയും നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യില്ല. എന്ന് മാത്രമല്ല, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഒരു കോമ്പിനേഷൻ, ഡയലോഗിന്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ മത്സരിച്ച് അഭിനയിക്കുന്ന പോലും തോന്നില്ല. നമ്മൾ ഒരു ഇടക്കാലത്ത് ഈ ജഗതി, ഇന്നസെന്റ് ഒക്കെ സ്ക്രീനിൽ വന്ന് പെർഫോം ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതിന്റെ ഒരു തമിഴ് വേർഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫഹദിന്റെ 1-2 മാനേഴ്സുകളുണ്ട്. ചില സാധനങ്ങൾ അദ്ദേഹം മലയാളത്തിൽ നിന്ന് ചൂണ്ടിയിട്ടുണ്ട്. അതായത് ഈ കിലുക്കം സിനിമയില് ജഗതി ഇങ്ങനെ ഗ്ലാസ് വിൻഡോയുടെ അടുത്ത് ഇങ്ങനെ മുഖം ചേർത്ത് വെച്ചൊരു സാധനം ചെയ്യില്ലേ, അതിന്റെ ഒരു വേരിയേഷൻ ഫഹദ് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അടിച്ചുമാറ്റലാണ് കേട്ടോ. നമുക്ക് എക്സാക്ട് അതേപോലെ തോന്നൂല്ല. പക്ഷെ നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് അവിടുന്ന് എടുത്താലേ. അതുപോലെ തന്നെ ഇന്നസെന്റും KPC ലളിതയും ഒരു സിനിമയിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇന്നസെന്റ് എവിടുന്നോ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ വായിൽ വെള്ളം ഒഴിച്ചിട്ട് എന്തൊരു ഡയലോഗ് ഇന്നസെന്റ് പറയും. അപ്പോൾ KPC ലളിതയ്ക്ക് മനസ്സിലാവില്ല. അപ്പോൾ KPC ലളിത എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ ഈ ജുബ്ബ ഇങ്ങനെ ഊരിക്കൊണ്ട് ഡയലോഗ് പറയില്ലേ, ആ സാധനവും വളരെ ക്രിയേറ്റീവ് ലെവലിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇനി ഇന്റർവെല്ല് വരെ നമ്മുടെ മെയ്യഴകൻ സിനിമ പോലെ വളരെ രസകരമായിട്ട് ഇങ്ങനെ ഒരു ഫീൽ ഗുഡ് പോലെ വന്നതിന് ശേഷം ഇന്റർവെല്ലിനോട് അടുക്കാനാകുന്ന സമയത്താണ് നമ്മുടെ കോവൈ സർലയുടെ കഥാപാത്രം കയറി വരുന്നത്. ഒരു പോലീസുകാരിയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് സിനിമ കുറച്ച് സീരിയസ് ആകും. സീരിയസ് എന്ന് വെച്ചാൽ വല്ലാണ്ട് ഇങ്ങനെ ത്രില്ലർ പോലെ വരുന്നതല്ല, ഒരു സ്ലോ പേസ്ഡ് ആയിട്ട് ഒരു പടം കേട്ടോ. സ്ലോ പോയിസൺ പോലെ മെല്ലെ മെല്ലെ ഓരോ ഇൻസിഡന്റുകൾ കയറി വന്ന് അവസാനമാകുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും മനസ്സിലാകും, ഓ ഇത് ഇങ്ങനെയാണല്ലേ സംഭവം എന്നുള്ളത്. സോ ഞാൻ പ്ലോട്ടിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഈ പടം ശരിക്കും ഒരു ത്രില്ലറാണ്. പക്ഷെ എനിക്കൊരു പോരായ്മ പോലെ തോന്നിയൊരു കാര്യം, നമ്മളൊരു ക്രൈം ചെയ്യുന്ന സമയത്ത് ആ ക്രൈമിലേക്ക് ട്രിഗർ ചെയ്യുന്നൊരു സാധനം വേണം.
മനസ്സിലായില്ല. ട്രിഗർ ചെയ്യുന്ന സാധനങ്ങൾ അതെന്തും ആകാം, വളരെ സില്ലി ആയിട്ടൊരു കാര്യമാകാം. പക്ഷെ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ആ ഒരു ട്രിഗർ ഫീൽ ചെയ്യണം, ആ ഒരു ഫയർ ഫീൽ ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കണക്റ്റഡ് ആകും. ഓ, ഇന്ന കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ജോൺ വിക്കിന്റെ ഫസ്റ്റ് പാർട്ട് കാണുന്ന സമയത്ത് ജോൺ വിക്ക് എന്തിനാണ് ഈ ഗുണ്ടകളെല്ലാം തല്ലി കൊല്ലുന്നത്? അയാളുടെ പെറ്റിനെ, അതായത് നായ്ക്കുട്ടിയെ അവർ കൊന്നു. ഒരു നായനെ കൊന്നതിനാണോ ഇത്രയും ആൾക്കാരെ അടിച്ചു കൊന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ, അങ്ങനെ ചോദ്യം വരും. പക്ഷെ അത് അവതരിപ്പിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അതേ സാധനം തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഈ ട്രിഗർ, ഒരു മോട്ടീവ് ഉണ്ടല്ലോ, ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതിനെ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടി തറയ്ക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കുറച്ചുകൂടി കൺവിൻസിങ് ആകാമായിരുന്നു. പക്ഷെ ഇതില് ഒരു ഫീൽ ഗുഡ് പോലെ വന്ന് ഒരു സ്ലോ പേസ്ഡ് ആയിട്ട് ഓരോ ഇൻസിഡന്റും കൂടിച്ചേർന്ന് ഇമോഷണലി ഹുക്ക് ചെയ്ത് അവതരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ സുധീഷ് ശങ്കർ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സിനിമയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രസമാണ്. ഉള്ള പാട്ടുകളൊക്കെ നല്ല രസമായിരുന്നു. ഒരു പാട്ടോ മറ്റോ വടിവേല് തന്നെ പാടിയൊരു പാട്ടാന്ന് തോന്നുന്നു, അതും കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ട്രാവലാണ് ഈ പടം. ഒരു 80% ഈ സിനിമ മൊത്തം തമിഴ്നാട് മൊത്തം ചുറ്റി കറങ്ങുന്നുണ്ട്. സോ നല്ല രസമാണ് ഇത് കണ്ടിരിക്കാനായിട്ട്. ഈ ബൈക്കെല്ലാം അടിച്ചു മാറ്റി പോകുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഒരുപാട് സിറ്റുവേഷൻ ടൈപ്പ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. 2.5 മണിക്കൂർ പടമാണ്. ഒരുപാട് ട്രാവലിംഗ് ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയും നമുക്ക് ഇങ്ങനെ ബോറായിട്ട് എവിടെയും ഫീൽ ചെയ്യില്ല. ഒന്നാമത് നല്ല പെർഫോമൻസ് ആണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമായിട്ടാണ് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും ചില സിറ്റുവേഷനൊക്കെ നമുക്ക് ഓർമ്മ വരും. നമുക്ക് എല്ലാം കൂടി അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഈ ഹോട്ടൽ റൂമിൽ തന്നെ ഒരുപാട് ഹോട്ടൽസിലല്ലേ ഇവർ താമസിക്കുന്നുണ്ട്. ആ ഹോട്ടലിലുള്ള ഓരോ സിറ്റുവേഷൻസ്, പിന്നെ ഡയലോഗ് ഡെലിവറി, ഫഹദും വടിവേലും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്, അവരുടെ തമാശകളും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ വടിവേലിന്റെ കഥാപാത്രം നല്ല ഡെപ്തുള്ള കഥാപാത്രമായിരുന്നു. അയാൾ ഒരേ സമയം തന്നെ ഒരു അൾസിമേഴ്സ് രോഗിയായിട്ടും മറ്റൊരാളായിട്ടും മാറുന്നുണ്ട്. ഫഹദ് ഒരേ സമയം ഒരു കള്ളനുമാണ്. ഫഹദിന് ചില ഉദ്ദേശങ്ങളുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇന്റർവെല്ലിന് ശേഷം ഇയാളുടെ ഉള്ളിലുള്ള മറ്റൊരു കഥാപാത്രത്തെ കൂടി സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഫീൽ ഗുഡ് ടൈപ്പിൽ പോകുന്ന ഒരു ത്രില്ലർ പടമാണ്. ത്രില്ലർ എന്ന് വെച്ചാൽ വലിയ രാക്ഷസം പോലത്തെ ത്രില്ലർ എന്നൊന്നും വിചാരിക്കേണ്ട, വളരെ സ്ലോ ആയിട്ട് കഥ പറഞ്ഞു പോകുന്നൊരു ത്രില്ലർ പടമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നഷ്ടമാവില്ല. നല്ല 2 കിഡിലൻ പെർഫോമൻസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. സോ ഇതാണ് മാരിസൺ.